നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്ത് 127 പോയിൻ്റാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. 25,175 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഇന്നലെ പ്രധാനമായിട്ടും യു എസിലെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് തീരുമാനങ്ങൾ എടുത്തു. അപ്പോൾ റേറ്റ് അൺചേഞ്ചായി നിലനിർത്തി. യു എസിൽ നിന്ന് IBM, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഗംഭീര റിസൾട്ടാണ്. പ്രീ മാർക്കറ്റിൽ ഫേസ്ബുക്കിൽ തന്നെ 10% റാലിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഗോൾഡ് അൺടച്ചബിളായ രീതിയിൽ പെർ ഔൺസിന് $5,481 എന്ന നിലയിലാണ് ഗോൾഡ് എത്തി നിൽക്കുന്നത്. കൂടാതെ സിൽവറും ശക്തമായ റാലി തുടരുകയാണ്. ഏകദേശം ഒരു 90ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അതിൽ എല്ലാ കമ്പനിയുടെ ലിസ്റ്റ് നമുക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലിടാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഫസ്റ്റ് കമ്പനിയുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബൈ സെൽ റെക്കമെൻഡേഷൻ അങ്ങനെയൊന്നുമല്ല, നമ്മൾ പരമാവധി ന്യൂസുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ടെലഗ്രാമിൻ്റെയും നമ്മുടെ യൂട്യൂബിൻ്റെയും എല്ലാത്തിൻ്റെയും ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് വരുന്ന പ്രധാന കമ്പനീസ് പരമാവധി പറയാൻ ശ്രമിക്കാം. അദാനി പവർ റിസൾട്ട് വരുന്നുണ്ട്, അജ്മീർ റിയാലിറ്റി, അപ്പോളോ പൈപ്പ്, ആർക്കേഡ് ഡെവലപ്പേഴ്സ്, ബാലാജി അമനീസ്, കാനറ ബാങ്ക്, കോൺകോർ റിസൾട്ട്, കുപ്പിഡ്, ഡാബർ ഇന്ത്യ, ദീപക് ഫെർട്ടിലൈസർ, ഡിക്സൺ ടെക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ഹഡ്കോ, IEX, ITC, GSW ഹോൾഡിംഗ്, മണപ്പുറം ഫിനാൻസ്, എംടാർ ടെക്നോളജി, NTPC, പ്രൈക്കോൾ, REC, SIS, സ്വിസ്ലോൺ, സ്വിഗ്ഗി, ടാറ്റ മോട്ടേഴ്സ്, TTK പ്രസ്റ്റീജ്, വേദാന്ത, വോൾട്ടാസ്, VST ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടേഴ്സും അങ്ങനെ ഉൾപ്പെടെയുള്ള ഗംഭീര റിസൾട്ട് വരുന്ന ദിവസമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്നലെ റിസൾട്ട് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ പോകുകയാണെങ്കിൽ ഗോൾഡ് $63 ഉയർന്ന് 5,481, സിൽവർ $3 ഉയർന്ന് 117, ബിറ്റ്കോയിൻ 89,000, ബ്രൻഡോയിൽ 67, നാച്ചുറൽ ഗ്യാസ് 3.7, ഗിഫ്റ്റ് നിഫ്റ്റി 25,381. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് നോക്കണ്ട, കാരണം ഇതൊരു പുതിയ എക്സ്പയറിയാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് വിട്ടേക്ക്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ മാത്രം വിട്ടേക്ക്. എനിവേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ഇടിവിലാണ്, കൊറിയ ഇടിവിലാണ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്, ഡാക്സ് CAC 40 ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ഡോ നാസ്ഡാക്ക് എല്ലാം തന്നെ ഫ്ലാറ്റായിരുന്നു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായത് കാണാൻ സാധിക്കും. ഇൻഫോസിസ് US 1.25% ഇടിഞ്ഞു, അതിനുശേഷം തിരിച്ചു കയറി. വിപ്രോ 2.5% ഇടിഞ്ഞു, അതിനുശേഷം 1% തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പൊതുവെയുള്ള അവസ്ഥ. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഫ്ലാറ്റായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് കുറച്ച് കമ്പനികളുടെ വാർത്തകൾ നോക്കാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. L&T കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% ഒരു ഇടിവുണ്ടായി, 3,215 കോടി രൂപയാണ്. ലോധ ഡെവലപ്പേഴ്സ് അവർ നെറ്റ് പ്രോഫിറ്റ് 1.3% ഇയർ ഓൺ ഇയർ ഉയർന്ന് 9,956 കോടി രൂപ കരസ്ഥമാക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡ് മിക്സഡ് പെർഫോമൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 18% ഇടിഞ്ഞ് 144 കോടി രൂപയാണ്. 177 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഇടിഞ്ഞു. എന്നാൽ റവന്യൂ 17% ഉയർന്ന് 1,350 കോടി രൂപ. SBI കാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 45% ഇയർ ഓൺ ഇയർ ഉയർന്ന് 556 കോടി രൂപ കരസ്ഥമാക്കി. 383 നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. ഫോണിക്സ് മിൽസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.5% ഉയർന്ന് 275 കോടി രൂപ. GPT ഇൻഫ്ര പ്രൊജക്റ്റ് നെറ്റ് പ്രോഫിറ്റ് 6% ഇടിഞ്ഞ് 20 കോടി രൂപയാണ്. 21 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. എന്നാൽ റവന്യൂ 2% കൂടി. സ്റ്റാർ ഹെൽത്ത് കമ്പനി വീക്ക് പെർഫോമൻസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 40% ഇടിഞ്ഞു, 215 നിന്ന് 128 പ്രോഫിറ്റ് ഇടിഞ്ഞു. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് സ്ട്രോങ് ആണ്. 73% നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ഉയർന്നു. 98 നിന്ന് 170 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 49% ഉയർന്ന് 1,895 കോടി രൂപ. L&T ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 157 കോടി രൂപ. റവന്യൂ 23% ഉയർന്നു. NSTL
ഇവർ നെറ്റ് പ്രോഫിറ്റ് 4.5% ഉയർന്ന് 89 കോടി രൂപ, 85 നിന്നാണ് 89 ഉയർന്നത്. ബിർള സോഫ്റ്റ് ഇവർ നെറ്റ് പ്രോഫിറ്റ് 2.5% ഇയർ ഓൺ ഇയർ ഉയർന്ന് 119 കോടി രൂപ, 116 നിന്നാണ്. എന്നാൽ റവന്യൂ 1% ഡിക്ലൈൻ ആയിട്ടുണ്ട്. തൈറോക്കെയർ നെറ്റ് പ്രോഫിറ്റ് 19 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് ഉയർന്നു. സോമനി സെറാമിക് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 18 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ആർവിഎൻഎൽ ഇവർക്ക് വരാണസിൽ നിന്നൊരു പുതിയൊരു പ്രൊജക്റ്റ് ലഭിച്ചു. ബോറോസെൽ റിന്യൂവബിൾ കമ്പനി 26 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 100 കോടി രൂപ പ്രോഫിറ്റാണ്. ജി വർണവ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 143 നിന്ന് 290 പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. ഇന്നലെ നമ്മൾ ടാക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ കാരണം ഈ തവണ നമുക്കറിയാം പല ആളുകളും ചോദിക്കുന്നതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാറ്റുമോ, ഷോർട്ട് ടൈം മാറ്റുമോ, ടാക്സിൽ വലിയ ഇളവുണ്ടായിരുന്നു, അതിലെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുമോ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഈ തവണ എത്രയായിരിക്കാം നമ്മുടെ എക്സ്പെക്റ്റഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അപ്പോൾ അത്തരത്തിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരാണെങ്കിൽ ഏതൊക്കെ കമ്പനികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ആ കമ്പനികൾ ബൈ ചെയ്യാനുള്ള ആഹ്വാനമല്ല, മറിച്ച് നമ്മൾ ബഡ്ജറ്റ് ഡേയുടെ അന്നാണ് ഒരു പ്രത്യേക സെക്ടറിന് എന്തെങ്കിലും ഒരു PLI സ്കീമോ അല്ലെങ്കിൽ MSME സ്കീം വഴി ഗവൺമെൻറ് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഫേവറബിൾ കൊടുക്കുമ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. അപ്പോൾ അതാത് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ബഡ്ജറ്റിനെ കുറിച്ചും കഴിഞ്ഞ ബഡ്ജറ്റിനെ കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് ബഡ്ജറ്റ് പോസിറ്റീവായിരുന്നു, എന്നാൽ എന്തുകൊണ്ട് റാലി ചെയ്തില്ല എന്നുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ബഡ്ജറ്റിൻ്റെ വീഡിയോ ചെയ്തത്, വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നും നമ്മുടെ ബഡ്ജറ്റ് ഞായറാഴ്ചയാണ്, മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ഉള്ളത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.